പുന്നമടയിൽ അങ്ങനെ ആവേശം തുടിയെറിയാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന് മുമ്പുള്ള ചെറിയ സൈലൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. ബിനിൽ ലീല സാബു അവിടെ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ ഉണ്ടായിരുന്നത് എൻട്രി പോയിന്റിലായിരുന്നു. അവിടെ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണോ? അങ്ങനെ എല്ലാവരും ആവേശത്തിൽ തന്നെ ഇങ്ങനെ ഓരോ നിമിഷങ്ങളും കടത്തിവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ മണിക്കൂറുകൾ കാത്തിരിക്കുന്ന മനുഷ്യരെയാണ് അവിടെ ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാനാവുന്നത്. ബിനിലുണ്ട് അവിടെ നിന്ന്. ബിനിൽ, ഞാൻ ചോദിച്ചു വന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാണോ? എൻട്രി പോയിന്റിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടെ ആവേശത്തോടു കൂടി, ആ എക്സൈറ്റ്മെന്റോടു കൂടി ആൾക്കാരൊക്കെ കാത്തു നിൽക്കുകയാണോ? സംഗീത, തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. അവിടേക്ക് ചുണ്ടൻ വള്ളങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ മാസ്റ്ററിലായിരുന്നു, അത് പൂർത്തിയായിട്ടുണ്ട്. അവിടെ നിന്ന് വള്ളങ്ങൾ ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരണം. എന്നിട്ടാണ് ഈ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുക. ചുണ്ടൻ വള്ളങ്ങൾ ഹീറ്റ്സ് ആരംഭിക്കുക അപ്പോഴാണ്. അധികം താമസമില്ല, ഇനി വൈകാതെ തന്നെ അത് ആരംഭിക്കുകയും ചെയ്യും. അതിന് ഇവിടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാണ്. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും സജ്ജമായി പൂർത്തിയായിരിക്കുകയാണ്. നിലവിലൊരു ഏകദേശം ഒരു 10-15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. 6 ഹീറ്റ്സ് ആണ് ഉള്ളത്. 6 ഹീറ്റ്സിൽ 21 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകൾ നോക്കിയിരിക്കുന്നതൊക്കെ ഒരുപക്ഷെ UBC കൈനകരിയും PBC പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബൊക്കെ തുഴയുന്ന ആ ഹീറ്റ്സ് ആയിരിക്കും. എന്നാൽ ആ ഹീറ്റ്സ് മത്സരം 3ാം ഹീറ്റ്സിലാണ് ഈ 2 വള്ളങ്ങളും വരുന്നത്. പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ തുഴയുന്നത് മേൽപ്പാടം ചുണ്ടനാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് 2 വർഷം വള്ളംകളി ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള 5 വർഷങ്ങളിൽ വള്ളംകളി നടന്ന വർഷങ്ങളിലൊക്കെ തുടർച്ചയായി വിജയിച്ചത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അത് 2018-19 മത്സരങ്ങളിലാണെങ്കിൽ പായിപ്പാടൻ, ചമ്പക്കുളം, അതോടൊപ്പം അതിനുശേഷം 20-21 വള്ളംകളി ഉണ്ടായിരുന്നില്ല. 22ലേക്ക് വന്നു കഴിഞ്ഞാൽ മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ വള്ളത്തിൽ അവർ തുഴഞ്ഞു, വിയ്യപുരത്തിൽ തുഴഞ്ഞു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം കാരിച്ചാലിലാണ് തുഴഞ്ഞത്. കാരിച്ചാലിലൂടെ അവർ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുകയും ചെയ്തു. എന്തായാലും ഇത്തവണ 6ാം തവണ, അതായത് 2 ഹാട്രിക്, രണ്ടാമത്തെ ഹാട്രിക് ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന് കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം. നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. എന്തായാലും ഈ വിയ്യപുരം ചുണ്ടൻ കഴിഞ്ഞ തവണ ഈ മൈക്രോ മില്ലി സെക്കൻഡ് ആ വാക്ക് കഴിഞ്ഞ തവണയാണ് ഏറ്റവും ആദ്യമായി വള്ളംകളിയിൽ വരുന്നത്. അങ്ങനെ ഈ ഏറ്റവും കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ആ വള്ളംകളിയിൽ ആരാണ് ജയിച്ചതെന്ന് മനസ്സിലായിരുന്നില്ല കഴിഞ്ഞ വർഷം. അത് പിന്നീട് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാലാണെന്ന് കഴിഞ്ഞ തവണ അങ്ങനെയാണ് ആ വിജയെ പ്രഖ്യാപിക്കുന്നത്. അതിൽ കോടതിയിൽ കേസൊക്കെ നടക്കുന്നുണ്ട്. ഇത്തവണ വിയ്യപുരം ചുണ്ടൻ ആ വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. കഴിഞ്ഞ തവണയും അവരാണ് തുഴഞ്ഞത്. 2ാം സ്ഥാനത്തേക്കായി പോയതിൽ വലിയ സങ്കടം അന്ന് ആ ബോട്ട് ക്ലബ്ബിനുണ്ടായിരുന്നു, ആ ചുണ്ടൻ ഉണ്ടായിരുന്നു. ഇത്തവണ അത് പരിഹരിക്കുമെന്നാണ് വിയ്യപുരം ചുണ്ടൻ പറയുന്നത്. വിയ്യപുരം ചുണ്ടൻ 6ാമത്തെ ഹീറ്റ്സിലാണ് മത്സരിക്കുന്നത്. എന്തായാലും അവർ തുഴയുന്ന വള്ളം ഞങ്ങൾ വള്ളപ്പാടകളിൽ ജയിക്കുമെന്നാണ് രാവിലെ മുതൽ നമ്മളുടെ പ്രതികരണമൊക്കെ എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു, കഴിഞ്ഞ 86-87 വർഷങ്ങളിൽ അവർ കാരിച്ചാൽ ചുണ്ടനിലൂടെ ഈ വള്ളംകളിയിലേക്ക് വരുന്നു. അവർ തുടർച്ചയായി 2 തവണ കപ്പെടുക്കുന്നു. അതിനുശേഷമുള്ള വർഷം അവർ മത്സരിക്കുമ്പോൾ വെള്ളംകുളങ്ങര വള്ളത്തിൽ വന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് അന്ന് ആ ഹാട്രിക് കിരീടം ഈ വില്ലേജ് ബോട്ട് ക്ലബ്ബിനെ നഷ്ടപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു വൈരാഗ്യവും പ്രതികാരവും ഒക്കെ ഇത്തവണ ഉണ്ട് എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് നമ്മൾ പ്രതികരണങ്ങളൊക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞതുമാണ് ഇത്തവണ അതുകൊണ്ട് ഈ 2ാമത്തെ ഹാട്രിക് കിരീടം അങ്ങനെ പള്ളാത്തുരുത്തി കൊണ്ടുപോകേണ്ട, അത് ഞങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് ഈ വില്ലേജ് ബോട്ട് ക്ലബ്ബ് പറയുന്നത്. കഠിനമായ പരിശീലനം അവർക്കുണ്ടായിരുന്നു. ഏകദേശം 35-ലധികം ദിവസം അവരുടെ പരിശീലനം നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്തായാലും ഇത്തവണ വലിയ ആവേശമുണ്ട്. പ്രത്യേകിച്ച് 20-ലധികം വള്ളങ്ങൾ ഇത്തവണ വള്ളംകളിയിൽ കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കേട്ടുപരിചയമുള്ള നമ്മൾ വലിയ UBC കൈനകരിയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടുള്ള ക്ലബ്ബാണ് UBC, യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനകരി. അവരും ഇത്തവണ വലിയ ആവേശത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. തലവടി ചുണ്ടനാണ് അവർ തുഴയുന്ന വള്ളം. അതോടൊപ്പം തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്, അങ്ങനെ പ്രശസ്തമായ ക്ലബ്ബുകളൊക്കെ ഇത്തവണ വലിയ ആവേശത്തിൽ, വലിയ പ്രതീക്ഷയിൽ വന്ന് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. എന്തായാലും ആ മത്സരങ്ങൾക്ക് ഇനി
കുറച്ച് സമയം കൂടി മാത്രം കാത്തിരുന്നാൽ മതി. രാവിലെ മുതൽ ഈ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത് എപ്പോഴാണ് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം, ചുണ്ടൻ വള്ളങ്ങൾ എപ്പോഴാണ് മത്സരിക്കുക, അതിങ്ങനെ ഈ പുന്നമട കായലിലൂടെ മുന്നോട്ട് കുതിച്ച് പായുന്ന ദൃശ്യങ്ങൾ കാണാൻ അവർ കാത്തിരിക്കുന്നുണ്ട്. അത് വലിയ ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഈ വള്ളംകളി എന്ന് പറയുന്നത് ആലപ്പുഴക്കാർക്ക് മാത്രമല്ല, അത് പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഹർഷനൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഈ വില്ലേജ് ബോട്ട് ക്ലബ്ബിലൊക്കെ തുഴയുന്ന ആളുകൾ മലപ്പുറത്ത് നിന്നും അതിനപ്പുറത്തേക്ക് കോഴിക്കോട് നിന്നുള്ള ആളുകളൊക്കെ തുഴയുന്ന ആളുകളുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ അതിപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീർ വരെ അങ്ങനെയുള്ള ആളുകൾ വരെ തുഴയുന്ന ഒരു വള്ളംകളിയാണ്. അതുകൊണ്ട് ഇത് കേവലം ആലപ്പുഴക്കാരുടെ ഒരു സന്തോഷമോ അവരുടെ ഒരു വൈകാരിക കളിയോ അല്ല, ഇത് തീർച്ചയായും പിന്നിൽ അത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ ടീമുകൾ ഏതൊക്കെയാണ് എന്ന് അറിയില്ലെങ്കിൽ പോലും ഈ വള്ളങ്ങൾ ഇങ്ങനെ മത്സരിച്ച് തുഴയുന്നത് കാണുമ്പോൾ ഈ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആവേശം കയറുന്ന മനുഷ്യരൊക്കെ ഒരുപാടുണ്ട്. ഈ വിദേശത്തൊക്കെയുള്ള മനുഷ്യർ നമ്മുടെ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ആവേശത്തിലിരിക്കും. അതിൽ ചിലപ്പോൾ ടീമുകളെ പോലും അറിയത്തില്ലാത്ത ഒരുപാട് മനുഷ്യരും ഇതിങ്ങനെ ആസ്വദിക്കുന്നത് നമുക്കറിയാം. ഇതാണെങ്കിലും ബിനിലോട്ട് പിന്നീട് മടങ്ങിയെത്താം. ഇപ്പോൾ സുജിത്തിലേക്ക്